ദൃശ്യം 3 ജിത്തു ജോസഫിനെ സംബന്ധിച്ച് നിർണായക സിനിമ തന്നെയാണ്. കാരണം കഴിഞ്ഞ സിനിമകളെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ജിത്തു ജോസഫിന്റെ ഒരു പറയില്ല ട്രേഡ് മാർക്ക് ഒന്നും കാണിക്കുന്നില്ല. ജിത്തു ജോസഫ് ഒരു താഴോട്ടാണ് ഗ്രാഫ്. ദൃശ്യം 3 അത് അതിഗംഭീരമായിട്ട് സ്ക്രിപ്റ്റിംഗ് നന്നാക്കിയാൽ ജിത്തു ജോസഫ് തകർത്ത് സംവിധാനം ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല. സ്ക്രിപ്റ്റിംഗ് അടിപൊളിയാകണം. എന്തായാലും കഴിഞ്ഞ ദിവസം വലതുവശത്തെ കള്ളിന്റെ ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറഞ്ഞത് ദൃശ്യം 1-നേക്കാട്ടിൽ ദൃശ്യം 3-ക്കുള്ള പ്രത്യേകത ഇമോഷണലി നല്ല കണക്റ്റഡ് ആണ്. ഈ ഒരു ഫാമിലി ത്രില്ലർ ഇമോഷണലി കണക്റ്റഡ് ആണെങ്കിൽ തന്നെ 50% വിജയിച്ചു. അത് സ്ക്രിപ്റ്റിംഗ് കൂടെ അടിപൊളിയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. പിന്നെ ഒരു വലിയ തുകയ്ക്കാണ് വിറ്റതെന്നും പറയുന്നുണ്ട്. അതിന് വരുമ്പോൾ ലോട്ടറി അടിച്ചതെന്നും നമ്മുടെ ജിത്തു ജോസഫ് പറയുന്നുണ്ട്. ഇതല്ലാതെ മറ്റൊരെണ്ണം സ്ട്രോങ് റൂമേഴ്സ് തന്നെയാണ്. 90% ഉറപ്പാണ് ബിജു മേനോൻ ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ദൃശ്യം 3-ക്കകത്ത്. അത് ഏത് ക്യാരക്ടറാണ് എന്നൊക്കെ നമുക്കിപ്പം വെളിപ്പെടുത്താൻ പറ്റുന്നെങ്കിൽ നല്ലൊരു ഗംഭീര ക്യാരക്ടറാണ് ചെയ്യുന്നത് എന്നാണ് സ്ട്രോങ് റൂമേഴ്സ്. ഒരു 99% ഓക്കെ ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ദൃശ്യം 3 ഏത് രീതിയിൽ നോക്കിയാലും ഏപ്രിൽ 2-ന് വരുമ്പം തകർപ്പൻ വിജയമായിരിക്കണം. അത് ജിത്തു ജോസഫിന്റെ കരിയറിൽ ഒരു വലിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ്.